ഇത് ബാക്കിയാണ് കേട്ടോ. ഇടത് ഭാഗത്തുള്ള കള്ളികളിൽ മദ്ദുകൾ കാണുന്നു ഇല്ലേ? ഇടത് ഭാഗത്തുള്ള കള്ളികൾ മദ്ദ് കാണുന്നില്ലേ? അവിടെ ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ ഹർഫും ഇല്ലേ? മദ്ദിൻ്റെ ഹർഫില്ലേ? ഞാൻ പറഞ്ഞുതരാം. തൊട്ടാവുന്ന കലിമത്ത് അത് ഹംസയുമാണ്. എന്താ വെച്ചല്ലോ, ഇപ്പം കല്ല ഇന്നഹ തസീബ, കല്ല് വേറെയും ഇന്നഹ വേറെയും, പിന്നെന്താണ് കല്ല വേറെയും ഇന്നഹ വേറെ തെസിക്കറ വേറെയും. അപ്പം ഈ അൽഫ് വാവ് ഇപ്പം ഞാനിപ്പം വാവ് കല്ലക്ക് ഇന്നഹക്ക് എന്ത് ചെയ്ത് ഒരു ഈ മദ്ദായ അയിനിനെ വേറൊരു ഇതിലിട്ട് തെസിക്കറയിലിട്ട് എന്ന് വിചാരിച്ചോളി. പിന്നെ ഞാൻ എന്ത് ചെയ്ത് മദ്ദക്ഷരങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷരം ഇന്നഹ അതിന് തൊട്ടാവുന്ന സ്ഥലത്തിൽ കൊടുത്ത് അപ്പം അതെന്തേ കാരണം മുത്തസിലാണോ? മുത്തസിലാണ്. അല്ലല്ല, മദ് മുൻഫസിലാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ഈ മദ്ദിന് മദ് മുൻഫസിൽ എന്ന് പറയും. ഇതിനെന്താ പറയുക? മദ് മുൻഫസ്. ഇനി അടുത്തത് നോക്കാം. ഇവിടെയും മുത്തസിലിൽ പറഞ്ഞു ഖദർ നീട്ടൽ ജായിസാണ്. എന്താന്ന് വെച്ചാല് ഇവിടെയും മുത്തസിൽ പറഞ്ഞ് ഖദർ നീട്ടൽ ജായിസാണ്. മുത്തസിലുണ്ടല്ലോ, അതാണ് ഖദറിനേക്കാൾ. അവിടെ മറ്റു ഭാഗത്ത് കൊടുത്തെന്താണ് മുത്തസിലായ മദ്ദിന് ഒരു അൽഫിനേക്കാൾ ഖദറിനേക്കാൾ നീട്ടൽ വാജിബാണ്. ഇവിടെ നിന്നാണ് ഇവിടെയും ഈ സ്ഥലത്തും ഈ മുത്തസിലിൽ പറഞ്ഞ മുത്തസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഖദർ നീട്ടൽ ജായിസാണ്. അവിടെ വാജിബ് എന്നാ പറഞ്ഞത്. പക്ഷെ എന്താണ് മുൻഫസിൽ എന്താണ് ജായിസ്? അവിടെ വാജിബൊന്നും ഇവിടെ ജായിസൊന്നും. ഒരിരുത്തത്തിൽ എന്താണ്? ഒരിരുത്തത്തിൽ ഒരേ ഇനം മദ്ദിൽ തുല്യത സ്വീകരിക്കണം. വ്യത്യസ്ത തോതിൽ നീട്ടരുത്. നീട്ടേണ്ട വരുന്ന ലൊമീറിൻ്റെ ആയിന് ശേഷം ഹംസ വന്നാൽ ഇവിടെയും മദ്ദു ചെയ്യാം. എന്താ വെച്ചാൽ ഈ നീട്ടേണ്ട വരുന്ന സമയത്ത് ലൊമീറിന് ഹായിന് ശേഷം ഹംസ വന്നാൽ ഇവിടെ മദ്ദ് ചെയ്യണം. ഇതും മുൻഫസിൽ ഉൾപ്പെടുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളൊന്ന് നോക്കിയാലോ? ഉത്തരം പറയാം. ഫറിയായ മദ് മുത്തസിലാവുന്നതപ്പോൾ എന്താണ് ആൻസർ? ഞാൻ പറഞ്ഞു തരാം. മദ്ദക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ ശേഷം അതേ കലിമത്തിൽ ഹംസ വന്നാൽ മദ് മുത്തസിൽ. ഉദാഹരണം എന്താണ്? യതസാഅലൂൻ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫറിയായ മദ് മുൻഫസിലാവുന്നത് എപ്പോൾ? ആൻസർ എന്താണ്? ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദക്ഷരവും തൊട്ടടുത്ത കലിമത്തിൽ ഹംസയുമാണ് എന്നാൽ മദ് മുൻഫസിലാണ്. കല്ല. ഉദാഹരണം എന്താണ്? കല്ല ഇന്നഹ. അടുത്തത് മുത്തസിലായ മദ്ദിന് ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടുന്നതിന് ഹുക്കം എന്ത്? പറയൂ കുട്ടികളെ, ഇന്നും അറിയണം. ഈ രണ്ട് മദ്ദും ഒരു അൽഫിൻ്റെ ഖദറിനേക്കാൾ കൂടുതൽ നീട്ടൽ വാജിബാണ്. 7 ഹർക്കത്ത് വരെ നീട്ടൽ ജായിസുമാണ്. ഒരേ വരിയിൽ ഈ മദ്ദുകൾ കൂടെ വന്നാൽ എല്ലാം ഒരുപോലെ നീട്ടണം. അടുത്ത വ്യക്തമാക്കാം. അസലിനേക്കാൾ കൂടുതൽ നീട്ടുന്ന മദ് ഏതാണ്? ലൊമറിനെ ഹായായ ഇവൽ മദ് വന്നാലും മദ് മുൻഫസിലാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യന് മനസ്സിലായോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഞാൻ വെറുതെ വായിച്ചാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാജിബ് അല്ലേ? അടുത്ത് നാലാമത്തെ മുത്തസിൽ മുൻഫസിലുമായ മദ്ദുകൾ എത്ര ഹർക്കത്ത് വരെ നീട്ടണം? 7 അല്ലേ? 7 ഹർക്കത്ത് വരെ എന്നൊക്കെ കേട്ടോ. വ്യക്തമാക്കാം. അസലിനേക്കാൾ കൂടുതൽ നീട്ടുന്ന വാജിബായ മദ് ഏതാണ്? ഫറായി. ഏത് ഹർക്കത്ത് വരെ നീട്ടൽ